നമുക്കെങ്ങനെ CSET-ക്ക് രജിസ്റ്റർ ചെയ്യാൻ നോക്കാം. ആദ്യം ഏതെങ്കിലും ഒരു ബ്രൗസർ എടുക്കാം. ഞാൻ ക്രോം ബ്രൗസറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ICSI.edu എന്ന് സെർച്ച് ചെയ്യാം ഗൂഗിളിൽ. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് ഓപ്പൺ ആവും. അതിൽ സ്റ്റുഡൻറ്റ് എന്ന ഈ ബാർ സെലക്ട് ചെയ്യും. അതിൽ രജിസ്റ്റർ ഫോർ CSET. CSET എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി സെക്രട്ടറി എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് എന്നാണ് അർത്ഥം. നമ്മൾ എക്സിക്യൂട്ടീവ് ലെവലിലേക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള എക്സാമാണ് CSET എക്സാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ CSET രജിസ്ട്രേഷന് വേണ്ടി നമുക്ക് വേണം. ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ബർത്ത് സർട്ടിഫിക്കറ്റ്, +2 അഡ്മിറ്റ് കാർഡോ ഹോൾ ടിക്കറ്റ് എന്തെങ്കിലും, പിന്നെ +2 പാസ്സായ സർട്ടിഫിക്കറ്റ്, പിന്നെ എന്തെങ്കിലും SC ST അങ്ങനെയുള്ള കാറ്റഗറീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്. പിന്നെ നമുക്ക് വേണ്ടത് ഐഡന്റിറ്റി പ്രൂഫ്, ആധാർ കാർഡോ വോട്ടേഴ്സ് ഐഡിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡന്റിറ്റി പ്രൂഫ്. ഇതെല്ലാം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം പ്രൊസീഡ് ടു CSET രജിസ്ട്രേഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇതെല്ലാം സെലക്ട് ചെയ്യണം. നമ്മുടെ കയ്യിൽ ഇതെല്ലാം ഉണ്ടെങ്കിൽ ഇതെല്ലാം സെലക്ട് ചെയ്യുക, ടിക്ക് ചെയ്ത് കൊടുക്കുക. പ്രൊസീഡ് ടു CSET രജിസ്ട്രേഷൻ. ബേസിക് ഡീറ്റെയിൽസ് ആണ് ഇവിടെ എല്ലാം ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക. ക്വാളിഫിക്കേഷൻ, ആധാർ കാർഡ് നമ്പർ, ഫസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, CSET എക്സാം എഴുതാനുള്ള നമ്മുടെ സെൻറ്റർ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റർ നമ്മളിപ്പോൾ തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂർ, എറണാകുളമാണെങ്കിൽ എറണാകുളം സെലക്ട് ചെയ്യണം. നമ്മുടെ അഡ്രസ്സ്, കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഇവിടെ നെക്സ്റ്റ് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഫീ ഡീറ്റെയിൽസിലേക്ക് പോകും. പിന്നെ ഡോക്യുമെന്റ്സ് ഡീറ്റെയിൽസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തതെല്ലാം ഒന്നും കൂടെ ഒന്ന് റിവ്യൂ ചെയ്യാൻ പറ്റും, നോക്കാൻ പറ്റും എല്ലാം കറക്റ്റ് അല്ല ചെയ്തിരിക്കുന്നത്. അതിനുശേഷം പേയ്മെന്റ് ചെയ്യുക. ഇതിൽ പേയ്മെന്റിന്റെ ഇത് വരുന്നത് 2000 റുപ്പീസാണ് ഫീ വരുന്നത്. ഓക്കെ, ഇത്രയാണ് CSET-നെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് ചിലർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. നമുക്ക് സബ്ജക്ട്സ് ഏതൊക്കെയാന്ന് നോക്കാം. CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് CSET എലിജിബിലിറ്റി പറയുന്നത് 10+2 മീൻസ് +2 പാസ്സായ ആൾക്കാണ് CSET-ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. കട്ട് ഓഫ് ഡേറ്റ് ഫോർ രജിസ്ട്രേഷൻ ഇപ്പം നമ്മൾ +2 കഴിഞ്ഞിട്ടുള്ള സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജൂലൈയിൽ ഒരു CSET എക്സാം ഉണ്ട്. അതിന് നമുക്ക് 16 ഏപ്രിൽ തൊട്ട് 15th ജൂൺ വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ നവംബറിൽ നെക്സ്റ്റ് CSET എക്സാം ഉണ്ട്. അത് 16th ജൂൺ തൊട്ട് 15th ഒക്ടോബർ വരെ അപ്ലൈ ചെയ്യാനുള്ള ടൈം ലൈൻ ഉണ്ട്. വർഷത്തിൽ 4 പ്രാവശ്യമാണ് CSET എക്സാം നടക്കുന്നത്. ഫീയുടെ കാര്യം പറഞ്ഞത് 2000 റുപ്പീസാണ്. പിന്നെ ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ പഠിക്കുന്നത് CSET എക്സാമിന് വേണ്ടി? ഒന്നാമത്തെ സബ്ജക്ട് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതിൽ നമുക്ക് ഇംഗ്ലീഷാണ് കൂടുതൽ, മീൻസ് ഗ്രാമർ കാര്യങ്ങളൊക്കെയാണ്. കോമ്പറേഷൻ വന്നിട്ട് അധികം നമ്മൾ ആൻസർ ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പിന്നെ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ലോജിക്കൽ റീസണിങ്. ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൽ നമുക്ക് കോൺട്രാക്ട് ആക്ട് പഠിക്കാനുണ്ട്. അങ്ങനെ കുറച്ച് ലോ പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കുറച്ച് 4 ഓപ്ഷൻസ് ഉണ്ടാവും. ശരിയായ ഓപ്ഷന് മാർക്ക്. അങ്ങനെ ലോജിക്കൽ റീസണിങ് ഉണ്ട്. ലോജിക്കൽ റീസണിങ് എന്താ നിങ്ങൾക്ക് അറിയാമല്ലോ. പല രീതിക്കുള്ള ഈ ക്ലോക്കിന്റെ കണക്കുകൾ, അൽഗോറിതം, ബ്ലഡ് റിലേഷൻ, ഇതെല്ലാം ലോജിക്കൽ റീസണിങ് വരുന്ന. പിന്നെ എക്കണോമിക് ആൻഡ് ബിസിനസ് എൻവയോൺമെന്റ്, നമുക്ക് എക്കണോമിക്കലായിട്ടുള്ള നമ്മുടെ കാര്യങ്ങൾ, സാമ്പത്തിക സംബന്ധമായിട്ടുള്ള നമ്മുടെ എക്കണോമിക്സിൽ പഠിച്ചിട്ടുള്ള അതിന്റെ കാര്യങ്ങളാണ്. പിന്നെ കറണ്ട് അഫയേഴ്സ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്. കറണ്ട് അഫയേഴ്സ് നമ്മളിപ്പോഴത്തെ കറണ്ടിലുള്ള ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. നമുക്ക് എല്ലാത്തിനും കൂടി ജനറൽ അവയർനെസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ CSET നമുക്ക് സുഖമായിട്ട് പാസ്സാവാം. അപ്പോൾ ഇത്രയാണ് CSET-നെ കുറിച്ചുള്ളത്. അപ്പോൾ CSET എക്സാമിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് കൊടുക്കും. താങ്ക് യു.